ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കിന്ന് വീണ്ടും എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പി കാണിക്കാൻ വന്നതാണേ. കണ്ടോ, എൻ്റെ ചേലി എന്നെ കാണാൻ എന്താ രസം മക്കളെ. കാണാൻ മാത്രമല്ല, കഴിക്കാൻ ഒപാര ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കൂടെ നമ്മുടെ ഇടിയൻ റൈത്തയുണ്ട്. അപ്പം ഞാൻ ഇത് ഇടിയൻ റൈത്തേൻ്റെ ഇതിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇടിയൻ റൈത്തേൻ്റെ റെസിപ്പി എൻ്റെ ഇതിലുണ്ട്. പക്ഷേ എന്നാലും ഞാനൊന്നും കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി കാണണം. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താലോ. അപ്പോൾ ഒരു പിടി ഉണ്ട് കേട്ടോ. ഇത് മല്ലിയില നന്നായിട്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി അത്ര തന്നെ, അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ മല്ലിയില കേട്ടോ. അതും ഇങ്ങനെ തന്നെ എത്ര സ്മോളായിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ക്യാപ്സിക്കം ഞാനതിൻ്റെ ഇതൊക്കെ പൂക്കി നല്ലപോലെ കഴുകി വെച്ചതാണ്. ഇതും നല്ല ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് മൂന്നും നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുക്കാം. നമുക്ക് എന്തൊക്കെയാണ്, നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ. അതിനാണ് ഒരു ക്യാപ്സിക്കവും ഒരു പിടിയും അതിന് കുറച്ചും കൂടെ കൂടുതലായിട്ട് മല്ലിയിലയും ഒരു പിടി പുതിന ഇലയും അതിൽ ഞാൻ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ അതിന് കറക്റ്റാണേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണേ. പിന്നെ ഞാൻ ഈ ചിക്കനിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിക്കൻ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണേ. പിന്നെ 2 മാഗി ക്യൂബ് നമുക്കിതിലിടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാല നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ക്യൂബും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, ക്യാപ്സിക്കം ഒക്കെ കൂടെ നന്നായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഉപ്പ് നമുക്ക് മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് ആവശ്യമുള്ള ഇതൊന്ന് പൊരിഞ്ഞ് കിട്ടാനുള്ള വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വറ്റി പൊരിഞ്ഞ് കിട്ടാനുള്ള ഓയിൽ ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഓയിൽ ഒരുപാട് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു കുറച്ച് അളവൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ
ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അത് ഫോർക്ക് കൊണ്ടോ അല്ല ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ നൈഫ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് കുത്തി കൊടുക്കും, ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. അത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. അപ്പോൾ ഇതിനകത്തൊന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യണമെന്നറിയാം, ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉപ്പ് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് കുത്തി ശരിയാക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്കിതിന് ഒന്നും കൂടെ നന്നായിട്ട് മസാല ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പൊന്ന് നോക്കിക്കുക. എനിക്കിത് മാഗി ക്യൂബ് കറക്റ്റാണ് കേട്ടോ, ഉപ്പുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ അതെനിക്കിനി ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ എന്താക്കട്ടെ, ഒരു മണിക്കൂറിൻ്റെ 2 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണേ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. എണ്ണയൊക്കെ ഒന്ന് ഉറച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഇതില്ല, ഇതൊരു 10 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങോട്ട് ഇത് ഒന്ന് വേവട്ടെ കേട്ടോ. അതെന്താ പറഞ്ഞതെന്ന് വെച്ചാലേ 10 മിനിറ്റ് നല്ല തീ ഫുള്ളായിട്ട് വെക്കണം എന്ന് പറയാൻ കാരണം ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും. അപ്പോൾ ചിക്കൻ ആദ്യം ആ വെള്ളവും ഇതിലൊന്ന് വെന്തിട്ട് വേണം നമ്മുടെ ഓയിലിലേക്ക് മാറാൻ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നന്നായിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന വെള്ളമൊക്കെ വറ്റിയിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞ് എന്തിനാണെന്ന് പറയാം, നല്ലപോലെ ചെറുതാക്കി അരിയണമെന്ന് പറയാനുള്ള കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് അരിഞ്ഞു പോകണം കേട്ടോ. നമുക്ക് ഈ ചിക്കനിലേക്ക് അങ്ങ് സെറ്റാവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ക്യാപ്സിക്കവും മല്ലിച്ചപ്പും പുതിനയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ ഇവിടുത്തെ ഫേവറേറ്റ് മന്തിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു എന്താ പറയുക, ഈ നമ്മൾ ചിക്കൻ വെച്ചപ്പോൾ തന്നെ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ ഞാൻ മറന്നുപോയതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താക്കാൻ പോവാണ്, ഇപ്പുറത്ത് അരി വേവിക്കാനുള്ള വെള്ളം വെക്കാൻ പോവുക. എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അരി ഇട്ടിട്ട് തിളപ്പിച്ച് ഇതിനകത്തേക്ക് അരി ഒരു 3/4 വേവിലേക്ക് ഊറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പം ഞാനൊന്ന് വെള്ളം വെക്കട്ടെ. ഈ സമയത്തെ ഇതിപ്പോൾ വണ്ടിയെ നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കണേ. ഞാനത് പറയാൻ മറന്നു പോയാണേ, അല്ലെങ്കിൽ കടിയിൽ പിടിച്ചെല്ലാം കൂടെ നാശമാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചോറ് വേവിക്കാനുള്ള വെള്ളം കൂടെ വെച്ചു. അതിലേക്ക് 2 ഉണക്ക നാരങ്ങ, 2 ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് റൈസിൻ്റെ കൂടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കുരുമുളക് കടിക്കാൻ, അപ്പോൾ കുറച്ച് പൊടിക്കാത്ത കായക്കുരുമുളക്. ഇത്രയും സാധനമാണ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിതിനൊരു നല്ല തുണിയിൽ കെട്ടിയിട്ട് വെറുതെ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് അത് ചോറൊക്കെ ആയി കഴിയുമ്പോൾ അത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലർക്കൊന്നും ഈ ഏലക്കായൊന്നും ചോറിൻ്റെ കൂടെ അങ്ങനെ കടിച്ചു പോയാൽ തീർന്നല്ലേ. അപ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല അത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെ നമുക്ക് ബിരിയാണിയിലൊക്കെ ചില ആൾക്കാർ കെട്ടിയൊക്കെ ഇടുന്നത് പോലെ കെട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് അരിയിടാം. ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണേ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഉപ്പ് അതിനത്ര ആവശ്യമുണ്ടോ അതിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി അരി ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അരി ഒരു 3/4 വേവായാൽ മതി. നമ്മുടെ ചിക്കന് വെന്ത് സെറ്റായിട്ടുണ്ട് അവിടെ. അരി ഒരു 3/4 വേവായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി എന്താ പറയുക, നമ്മൾ സ്മോക്കൊക്കെ ചെയ്ത് അതിൽ നല്ല സെറ്റാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മ് ചെയ്ത് ഒന്ന് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വരുമ്പോൾ അതെന്തായിക്കോളും. ബാക്കി ഇവിടെ അതിനകത്ത് കിടന്ന് വെന്തോളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് വെറുതെ ഞാൻ എന്തെങ്കിലും പറയേണ്ടത് വെച്ച് പറയുകയാണ്. പിന്നെ അറിയാത്തവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ അരി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ചോറ് നമുക്ക് ദമ്മിടാനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കണ്ടോ നല്ലപോലെ വറ്റി വെന്ത് സൂപ്പറായിട്ടുണ്ട്. ഈ ചോറ് ചൂടോടെ തന്നെ ഇട്ടിട്ട് നമുക്കത് ഈ സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉടപ്പുറത്ത് കണ്ടോ ഇതൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ദേ ഇവിടെ ഇങ്ങനെ റെഡിയായി സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ കുഞ്ഞ് തീയിലിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ചുറ്റിലൊന്ന് കുത്തി കൊടുക്കാം. ആദ്യത്തെ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ കനലുണ്ടല്ലോ അതിനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിക്കുന്നതിന് ഇപ്പോൾ ഫോയിൽ പേപ്പർ ഒന്ന് തയ്ക്കാനൊന്ന് സെറ്റാക്കി വെച്ചോ. എന്നിട്ട് ഇതേ ഇത്തിരി ഓയിൽ ഒഴിക്കുമ്പം തന്നെ അങ്ങോട്ട് പോകും. സ്മോക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ശരിക്ക് മന്തിക്ക് ടേസ്റ്റ് തരുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് വേവിച്ച് എടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മന്തി അങ്ങോട്ട് സെറ്റാവും. പിന്നെ നമുക്ക് നമ്മുടെ ഇടിയൻ റൈത്തയും കൂടെ അങ്ങ് കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിനെ ആയിട്ട് ഞാൻ സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മന്തി റെഡി. കണ്ടോ ചിക്കനൊക്കെ നോക്കി നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല എല്ലാം പിടിച്ചേ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ വേറെ എന്താ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.